ജനനായകൻ്റെ ആണെങ്കിൽ സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇന്ന് 11 മണിക്കാണെങ്കിൽ ആ ഒരു കേസിൻ്റെ ഒരു തീരുമാനമാകും എന്നുള്ളൊരു സംഭവം വന്നിരുന്നു. പക്ഷേ 11 മണിക്കാണെങ്കിൽ സുപ്രീം കോടതിയിലാണെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ജനനായകൻ്റെ കേസാണെങ്കിൽ ആ ഒരു ലിസ്റ്റിലില്ലായിരുന്നു. ഇന്നത്തെ ദിവസത്തെ കേസിൻ്റെ ഇത് നോക്കുമ്പോൾ അപ്പം ഇന്നത്തെ ദിവസത്തിലാണെങ്കിൽ റെഗുലറായിട്ടുള്ള ഏതൊക്കെ കേസാണോ നടക്കേണ്ടത് ആ റെഗുലറായിട്ടുള്ള കേസ് നടന്നു പോവുകയാണ് ചെയ്തത്. ജനനായകൻ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസായിട്ടുള്ള KVNൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവരൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഇത് നാളെയെങ്കിലും ഇത് നടത്തണമെന്ന് പറഞ്ഞുള്ള ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാളെ ഇതിൻ്റെ ഒരു കേസിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് കുറേ നാളായി ഇങ്ങോട്ട് വലിച്ചു നീട്ടി പോവാണ്. ഓരോ ദിവസം കഴിയുന്തോറും ആണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരും, അല്ലെങ്കിൽ ഇതിലൊരു വിധി വരും എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. ശരിക്കും ഇതൊന്നിലും നിൽക്കുന്നില്ല. ഓരോരോ പ്രശ്നങ്ങൾ വന്ന് മാറി പൊക്കോണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എത്രയോ സിനിമകളാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഇറങ്ങുന്നത്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിലാണ് എത്ര സിനിമകൾ ഇറങ്ങുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ചിത്രത്തിനെ വന്നിട്ടുള്ളൂ. ഇതിലും ക്രൂവലായിട്ടും ബ്രൂട്ടലായിട്ടും ഒക്കെ ഉള്ള സിനിമകൾക്കൊന്നും ഇത്ര ഒരു പ്രശ്നം വന്നിട്ടില്ല. എന്തായാലും ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് സിനിമ, വിജയുടെ ഒരു ലാസ്റ്റ് സിനിമ എന്നുള്ള ഒരു നിലയ്ക്ക് ജനനായകൻ ഈ ഒരു പ്രശ്നം വന്നത് വളരെ വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഒരു ഫെയർവെൽ പടത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു നിരാശയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാവരുടെയും സിനിമകൾ റിലീസ് ഡേറ്റ് ഒക്കെ വരുമ്പോൾ മാറ്റി വെച്ച് വേറെ ഡേറ്റിലൊക്കെ റിലീസ് ആവുകയൊക്കെ ചെയ്യും. പക്ഷേ ബുക്കിംഗ് തുടങ്ങി ഒരു ദിവസത്തിന് മുമ്പൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ആണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നടൻ്റെയും ഒരു അവസാനത്തെ ചിത്രത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്നാണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. കാരണം അതൊരു വല്ലാത്തൊരു അവസ്ഥയാണത്. ഇതെല്ലാം ഒരാളുടെ സിനിമയ്ക്ക് സംഭവിക്കത്തുള്ളൂ. അതെല്ലാം വിജയ് എന്ന് പറഞ്ഞ ഒരാളുടെ സിനിമയ്ക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമയിലും ആണെങ്കിൽ ഒരു മുടന്ത ന്യായം വെച്ചാണെങ്കിൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു രാഷ്ട്രീയപരമായിട്ട് ഉണ്ടായിരിക്കും. അത് ഒരു എന്താ പറയുന്നത്, ഒരു പ്രകൃതി നിയമം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പുള്ളിയുടെ പടത്തിൻ്റെ ഒരു സംഭവമാണ്. വിജയ് ചിത്രങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു, അല്ലെ വിജയെ എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പേടിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പുള്ളി ഒരു രാഷ്ട്രീയത്തിലുള്ള ഒരു ഇൻട്രോ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും പേടി. അപ്പം പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങി പുള്ളി ഉദ്ദേശിക്കുന്ന പോലെ ഒരു മുഖ്യമന്ത്രി ലെവലിലൊക്കെ വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം പുള്ളിക്ക് നേരെ വരുന്നൊരു ഹേറ്റും കാര്യങ്ങളും ഇതുപോലുള്ള ആൾക്കാരിങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് നിന്ന് പുള്ളിക്ക് നേരെ അടിക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു ഞാൻ. കാരണം അയാൾ ഒറ്റയ്ക്ക് നിന്നാണ് ആൾക്കാരോട് പൊരുതുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കുറേ ആരാധകരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും ഒക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ പുറത്ത് വരും. അതേപോലെ തന്നെ നല്ലൊരു വിധിയാണെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.